ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മുത്തശ്ശി, നമുക്ക് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? ഗുളിക കൊടുത്തല്ലോ, ചിലപ്പോ നന്നായിട്ടൊന്ന് വേർത്ത പനി വിടും. കുറച്ചു നേരം നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. ആ, നീ ആ കാലൊന്ന് ചൂടാക്കി കൊടുക്ക. ഓഹോ, എങ്കിലേ ഇന്നിത് കൈയോടെ പിടിക്കണം. പ്രിയങ്ക തന്നെ പിടിക്കണം. പ്രിയങ്കേ, പ്രിയങ്കേ, ഒന്ന് എഴുന്നേക്ക്. എന്താ? നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ. നിനക്കേ ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. എന്ത് കാഴ്ച? നിന്റെ ചേച്ചിയുടെ തനി സ്വഭാവം. നിന്റെ ഭർത്താവിനോടുള്ള ചേച്ചിയുടെ ഇഷ്ടം കാണണ്ടേ നിനക്ക്? വരുൺ ഇപ്പൊ എവിടെയാണെന്ന് അറിയണ്ടേ നിനക്ക്? രാധികയുടെ മുറിയിൽ. കേട്ടത് എന്തായി പറയുന്നേ? ഓ അതെ, ഞാനിത് കണ്ടിട്ടായി ഓടി വരുന്നേ. നീ ഒന്ന് എഴുന്നേറ്റ് വന്നേ. വാ, എഴുന്നേക്ക്. വാ വാ വാ. ആ പിന്നെ പ്രിയങ്കെ, രണ്ടെണ്ണത്തിനെ കൈയോടെ പിടിക്കണം. അവര് എന്ത് കള്ളം പറഞ്ഞാലും നീ വിശ്വസിക്കരുത്, മനസ്സിലായല്ലോ? വാ ഇങ്ങോട്ട്. എന്താ ഇവിടെ? രാധിക മോൾക്ക് നല്ല പനി. മുത്തശ്ശി, മുത്തശ്ശി എപ്പോഴാ ഈ മുറിയിലേക്ക് വന്നേ? ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ ഉണ്ടല്ലോ. എന്തു പറ്റി? മരുന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ണു തുറക്കുന്നത് വരെ ആരെങ്കിലും ഒരാൾ നോക്കിയിരിക്കണം. പ്രിയങ്കെ, നീ ഇവിടെ ഇരുന്നേ. വേണ്ട, ഞാനിരുന്നാലും ഉറങ്ങിപ്പോ മുത്തശ്ശി. ഏട്ടത്തിരിക്കുവോ കാവലായിട്ട്? അയ്യോ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാ മതി. ആ, എന്നാ പിന്നെ ഏട്ടത്തിയല്ലേ, ഉറക്കം കളയണ്ട. പിന്നെ ഏട്ടത്തിന്റെ മാത്രമല്ല, വേറെ ആരുടെയും. പ്രിയങ്കെ, അത് ഞാനേ ഈ ഏട്ടത്തേക്ക് ഭ്രാന്തം. അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടു തോന്നുന്നു. മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. എന്നാൽ ഈ മുത്തശ്ശി എവിടുന്ന് വന്നു? നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോടാ. ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശി, രാത്രി ഭക്ഷണം കഴിച്ചിട്ട് പോയി കുളിച്ചിരുന്നു. തുമ്മിക്കൊണ്ടാ നടന്നുകൊണ്ടിരുന്നേ. മുത്തശ്ശി,
നമുക്ക് ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? ഗുളിക കൊടുത്തല്ലോ, ചിലപ്പോ നന്നായിട്ടൊന്ന് വേർത്ത പനി വിടും. കുറച്ചു നേരം നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം. ആ, നീ ആ കാലൊന്ന് ചൂടാക്കി കൊടുക്ക. നല്ല പനിയാ, അതാ ഈ പിച്ചുമ്പേയും പറയുന്നേ. എന്താ ശ്യാമി പറയുന്നത്? ഈ സമയത്ത് മോളെ ഇങ്ങോട്ട് വിളിക്കേണ്ട കാര്യമുണ്ടോ? മനസ്സിന് വല്ലാത്തൊരു ഭാരം തോന്നായെടുത്തി. എവിടെയാണെങ്കിലും അവള് സേഫ് അല്ല എന്നൊരു തോന്നല്. അതെ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് മക്കളെ കുറിച്ച് അധികം ടെൻഷൻ പാടില്ലെന്നാ. എത്രയോ അമ്മമാരുടെ സ്നേഹമുള്ള കുട്ടികള് UK-യിലും അമേരിക്കയിലും ഒക്കെ പഠിക്കാൻ പോകുന്നു, വർക്ക് ചെയ്യുന്നു. ആ അമ്മമാരൊക്കെ എങ്ങനെ സമാധാനായിട്ടിരിക്കുന്നെ? എടുത്തി പറയുന്നത് ശരിയാ, പക്ഷെ അവരുടെ ഒന്നും പുറകെ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ലല്ലോ. മോളുടെ കാര്യം അങ്ങനെയാണോ? സത്യത്തിൽ എടുത്തി പറഞ്ഞത് നല്ലൊരു മാർഗമായിരുന്നു. എവിടെയെങ്കിലും ഒരു ദൂരത്തേക്ക് മോളെയും കൊണ്ടങ്ങ് പോയാലോ. അപ്പൊ പിന്നെ ഇവിടെയുള്ള ഈ പ്രശ്നങ്ങളൊന്നും അവളുടെ നേർക്ക് വരില്ലല്ലോ. അതിനെന്തൊക്കെ കടമ്പകൾ കടക്കണം? ആദ്യം അമ്മയാണെന്ന് അവൾ അംഗീകരിക്കണം. അത് കഴിഞ്ഞ് ഉറ്റവരെ വിട്ടുപോവാൻ അവര് സമ്മതിക്കണം. അതൊക്കെ 1-2 ദിവസം കൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഏറ്റവും ചുരുങ്ങിയത് ഐശ്വര്യയുടെ മുന്നിൽ നിന്നെങ്കിലും അവളെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതിയായിരുന്നു. എന്റെ പേടി മുഴുവൻ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാ. അക്കാര്യത്തിൽ ശ്യാമയെ ഞാൻ കുറ്റപ്പെടുത്തും. ഐശ്വര്യ ഈ രീതിയിൽ ശ്യാമയെ പിടിമുറുക്കാൻ പാടില്ലായിരുന്നു. എന്തെങ്കിലും ഉറപ്പിച്ചൊരു വാക്ക് പറഞ്ഞ ഇറക്കി വിടേണ്ടതായിരുന്നു ഐശ്വര്യ. ഞാൻ മനസ്സ് തളർന്നു കിടക്കുമായിരുന്നില്ല എടുത്തി. അപ്പൊ ഐശ്വര്യടുത്ത് എല്ലാം ഇങ്ങനെ ഏറ്റെടുത്തു. പിന്നെ പതുക്കെ പതുക്കെ ചെറിയ എതിർപ്പുകൾ പ്രകടിപ്പിച്ചപ്പോ ഐശ്വര്യടുത്ത് കൂടുതൽ ശക്തിയുമായി. എങ്ങനെയാ ശക്തി ആയത്? ശ്യാമയുടെ പണം, ശ്യാമയുടെ സമ്പത്ത്, ശ്യാമയുടെ പബ്ലിസിറ്റി, അതുകൊണ്ടൊക്കെയാ.